അവിടെ ഒരു പുത്തൻ വെളിപ്പാടുണ്ട്. ഇന്നലകളിൽ വിശ്വസ്തനായി, നീതിമാനായി, കൃപയുള്ളവനായി, ആമേൻ, ഒക്കെ വെളിപ്പെട്ട ദൈവം ഇവിടെ സ്നേഹമുള്ള പിതാവായി വെളിപ്പെടുകയാണ്. 5-ാം അധ്യായത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞു, സ്വന്തം പുത്രനെ ഞാൻ ആദരിച്ചില്ല. നിന്റെ പാപവും നിന്റെ ശാപവും നിന്റെ കെടുതിയും നിന്റെ തകർച്ചയും മാറാൻ നിനക്ക് പകരക്കാരനായി അവനെ ഞാൻ കാൽവരിയുടെ കൊലക്കളത്തിൽ തകർത്തു. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നിലവിളിയുടെ ശബ്ദം കാൽവരിയുടെ കൊലക്കളത്തിൽ ഉയർന്നപ്പോൾ ആ ശബ്ദത്തിന് മറുപടി കൊടുക്കാതെ ഞാൻ എന്റെ മുഖം മറച്ചു അവന്റെ പക്കൽ നിന്ന്. എന്തിന്? ആമേൻ. സ്നേഹമായ പിതാവായ എന്റെ അകത്ത് നീ എന്ന് പറയുന്ന വ്യക്തിയുടെ വിടുതൽ മാത്രമായിരുന്നു. കാൽവരി ക്രൂശിലെ യാഗമെന്ന് പറയുന്നത് കൺവെൻഷൻ മെസ്സേജിന്റെ ഏറ്റവും അവസാനം വെളിപ്പെട്ടു വരുന്ന സ്ഥിരം പ്രയോഗമല്ല പ്രിയരെ. ആമേൻ. അത് ഞാനും എന്റെ ദൈവവുമായി ആമേൻ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു ബന്ധത്തിന്റെ അടിസ്ഥാന ശിലയാണ്. പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും ഒക്കെ നിങ്ങൾ മറന്നുപോയാലും നമ്മെ അനുഗ്രഹമുള്ളവരാക്കി നിർത്തുന്നത് കാൽവരി ക്രൂശിലെ യാഗത്തിന്റെ വെളിപ്പാടാണ്. ഞാൻ ശത്രുവായിരുന്ന സമയത്ത് എനിക്ക് പകരക്കാരനായി കാൽവരിയുടെ കൊലക്കളത്തിൽ ശരീരം മുഴുവനും കണ്ടാൽ തിരിച്ചറിയാനാകാത്ത വിധം വികൃതമായി, ആമേൻ, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം 1000 വട്ടം കേട്ടവരായതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് രാത്രി അതിന് പ്രാധാന്യമില്ലാതെ പോകരുത് പ്രിയരെ. വാസ്തവമായും കാൽവരി ക്രൂശിലെ യാഗം നീ 24 മണിക്കൂറും ധ്യാനിക്കണം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു, അവനുമായി സമാധാനമുണ്ടാക്കി. റോമാലേഖനം പറയുന്നു, ആ കൃപയിലേക്ക് പുത്രൻ വഴി നമുക്ക് പ്രവേശനം ലഭിച്ചു. 1, 2, 3 അധ്യായങ്ങളിൽ പ്രവൃത്തി മുഖേന നീതീകരിക്കപ്പെടാൻ കഴിയാതെ, നീതിയിലേക്ക് വരാൻ കഴിയാതെ, അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ, ദൈവവുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ നിർജീവത്വം വ്യാപരിച്ചിരുന്ന മണ്ഡലങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 5-ാമത്തെ അധ്യായത്തിൽ കാൽവരി ക്രൂശിലെ യാഗം അങ്ങോട്ട് പറഞ്ഞ് സ്വർഗത്തിലെ തമ്പുരാൻ ചോദിക്കുന്നു, അകന്നു നിൽക്കുന്ന മനുഷ്യ, അനുഗ്രഹത്തിലേക്ക് നിന്നെ അടുപ്പിക്കാൻ, അനുഗ്രഹത്തിന്റെ അവകാശിയാക്കാൻ, ആമേൻ, അന്യനെന്ന പദവിയിൽ നിന്ന് പുത്രൻ എന്ന പദവിയിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന ഏക സംഭവമാണ് കാൽവരി. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയായി ഭൂമിയിൽ വന്ന സകല മനുഷ്യനോടും പറയാൻ സ്വർഗം ആവശ്യപ്പെട്ടു. ഗൗരവമായി മാനവകുലം അറിയണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന ദൂത് കാൽവരിയുടെ വിടുതൽ, കാൽവരിയുടെ സാധ്യത, അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം, അവന്റെ മരണത്താൽ ജീവൻ. ശാപത്തിന്റെ ചിഹ്നമായ ക്രൂശവൻ ചുമന്നപ്പോൾ നിന്റെ ശാപത്തിൽ നിനക്ക് മോചനം. പടയാളിയുടെ തുപ്പൽ മുഖത്തുകൂടെ ഒലിച്ചിറങ്ങി നിന്ദിക്കപ്പെട്ടപ്പോൾ നിന്റെ നിന്നയിൽ നിന്ന് നിനക്ക് മോചനം. അപമാനം അനുഭവിച്ചു പോയപ്പോൾ നിന്റെ അപമാനത്തിൽ നിനക്ക് മോചനം. കാൽവരിയിൽ വെളിപ്പെടാത്ത വിടുതലേതാ? അല്ല, കാൽവരിയിൽ വെളിപ്പെട്ട വിടുതലിന് തുല്യമായി മാനവകുലത്തിന്റെ വിടുതൽ മറ്റെവിടെയാ വെളിപ്പെട്ടത്? ആ സുവിശേഷം അതൊരഗ്നി പോലെ പൗലോസിന്റെ അകത്ത് കത്തി. തകർന്നു കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ അവന്റെ അകം വിളിച്ചു പറഞ്ഞു, സുവിശേഷത്തിന്റെ സാധ്യത ഇവനുമൊന്ന് പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ
ഇവൻ ഇവിടെയും അനുഗ്രഹിക്കപ്പെട്ടേനെ, ന്യായവിധിയുടെ അനുഭവത്തിലും ഇവൻ രക്ഷപ്പെട്ടേനെ, ഇവൻ ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിച്ചേനെ എന്ന ചിന്തയകത്ത് വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, റോമൻ സാമ്രാജ്യത്തിന്റെ പൗരസ്ത്യ ഭാഗം മുഴുവനും സുവിശേഷത്തിന്റെ ശബ്ദം കൊണ്ട് ഞാൻ നിറച്ചു. എനിക്ക് ലജ്ജയില്ല. ഈ വെൺമണിയുടെ ദേശത്തിന്ന് രാത്രി കാൽവരി ക്രൂശിന്റെ സാധ്യത വീണ്ടും ഒരിക്കൽ കൂടെ സ്വർഗം അറിയിച്ചു. മനുഷ്യൻ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ല, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. നീ ചെയ്യുന്ന ഒന്നുകൊണ്ടും നീ നീതീകരിക്കപ്പെടുന്നില്ല. ഒറ്റ വഴി, യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ. യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം എനിക്ക് വേണ്ടി, ആ യാഗം എനിക്ക് വേണ്ടി, ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എന്റെ പാപത്തിന്റെ കറ മാഞ്ഞു കിട്ടേണ്ടതിന് അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത അടിപ്പിണരുകൾ എന്റെ സൗഖ്യത്തിനായി. ഈ ഒരു ബോധം നമുക്ക് തരുന്നത്